ഡിജിറ്റൽ മാർക്കറ്ററിനെ സംബന്ധിച്ച് അവരുടെ മെറ്റ ആഡ്സ് ആണ് അവർ ഫോക്കസ് ചെയ്യുന്നത് എങ്കിൽ, അതായത് സോഷ്യൽ മീഡിയ ആഡ്സ് ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അവരുടെ ജീവവായു പോലെ അറിഞ്ഞിരിക്കുന്ന സാധനമാണ് ഫേസ്ബുക്ക്. പക്ഷെ ഫേസ്ബുക്ക് പലപ്പോഴും അമ്മാവന്മാർ മാത്രം ഉപയോഗിക്കുന്ന സാധനമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്ത് കളയാറ്. ഈ ഫേസ്ബുക്ക് അക്കൗണ്ടിന് തന്നെ ഉപയോഗം സത്യം പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്ററിനെ സംബന്ധിച്ച് ആഡ്സ് റൺ ചെയ്യാനും മെറ്റ ബിസിനസ് സ്യൂട്ടും അതുപോലെ ആഡ്സ് മാനേജറും കറക്റ്റായി ഉപയോഗിക്കാനും വേണ്ടിയിട്ടാണ്. ആഡ്സ് മാനേജർ എന്ന് പറയുന്നത് കുറെ കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുക തന്നെ ചെയ്യും. പക്ഷെ അതിന് മുമ്പ് നമ്മൾ പഠിച്ചിരിക്കുന്ന മറ്റൊരു സാധനമാണ് മെറ്റ ബിസിനസ് സ്യൂട്ട്. കുറച്ചുകൂടി സിംപിളർ ആയിട്ട് നമുക്ക് ഇതെങ്ങനെ പഠിക്കാം. ഒപ്പം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും, ഒരു ഫേസ്ബുക്ക് പേജും ഫേസ്ബുക്ക് അക്കൗണ്ടും ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് രണ്ടും കണക്ട് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് ഒരു മെറ്റ ബിസിനസ് സ്യൂട്ട് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇന്നത്തെ വീഡിയോയിൽ പറയാം. ഒപ്പം മെറ്റ ബിസിനസ് സ്യൂട്ടിന്റെ ഒരു ഓവർവ്യൂ കൂടി നമുക്ക് പഠിക്കാം. മെറ്റ ബിസിനസ് സ്യൂട്ടിനെ ഫോർമലി പറഞ്ഞുകൊണ്ടിരുന്നത് മെറ്റ ബിസിനസ് മാനേജർ എന്നാണ്. ബിസിനസ് മാനേജർ .ഫേസ്ബുക്ക് എന്ന് തന്നെയാണ് ഇപ്പോഴും അതിന്റെ ഡൊമൈൻ അഡ്രസ് കിടക്കുന്നത്. സോ ഇത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്കിത് പതുക്കെ സ്ക്രീനിലേക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് പോവുക. ഇത് എല്ലാം ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് ലാപ്പിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ലാപ്പ് കാണിക്കുന്നത്. നിങ്ങൾ പലരും ചോദിച്ചു എന്താണ് ഫോണിൽ നിന്ന് ചെയ്യാത്തതെന്ന്. ആക്ച്വലി ഞാൻ ഫോണിലല്ല ചെയ്തിട്ടുള്ളത്. ഫോണിൽ ചെയ്യുന്നതിൽ ഭയങ്കര ലിമിറ്റേഷൻസ് ഉണ്ട്. ഒപ്പം മെറ്റയുടെ ആപ്പ് പലപ്പോഴും നിങ്ങൾക്ക് അറിയായിരിക്കും, ഇൻസ്റ്റഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും, പലപ്പോഴും ക്രാഷ് ആവുന്നൊക്കെ ഉണ്ട്. ഐഡിയലി റെക്കമെൻഡഡ് സ്പേസ് എന്ന് പറയുന്നത് ഫേസ്ബുക്കിൽ ലാപ്പ് തന്നെ വെക്കുന്നതാണ്. അങ്ങനെ ഭയങ്കര വലിയ ലാപ്പിന്റെ ആവശ്യമൊന്നുമില്ല. ഏതെങ്കിലും ക്രോമ വർക്ക് ചെയ്യുന്ന ഒരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ മതി. സോ നമ്മളിപ്പം നിൽക്കുന്നത് നമ്മുടെ ഫേസ്ബുക്കിന്റെ പേജിന്റെ അക്കൗണ്ടിലാണ്. ഇപ്പൊ എന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് മാറ്റി ഞാൻ പേജിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. ഈ പേജിന്റെ അക്കൗണ്ടിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ തന്നെ ഫേസ്ബുക്കിൽ തന്നെ നമ്മൾ നിൽക്കുമ്പോൾ മെറ്റ ബിസിനസ് സ്യൂട്ട് പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണിക്കും. ഇവിടെ ഇത് കാണിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ എങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ ഇവിടെ മെറ്റ ബിസിനസ് സ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണിക്കും. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് സംഭവിക്കുക ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് മെറ്റ ബിസിനസ് സ്യൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനാണ് കാണിക്കുക. അത് ക്ലിക്ക് ചെയ്യുക. അത് അതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ജസ്റ്റ് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന പോലത്തെ ഒരു പേജിലേക്കാണ് നിങ്ങൾ അത് എത്തിക്കുക. ഇത് ഞാനിപ്പോ മറ്റത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, ബിക്കോസ് അങ്ങനെ കാണിക്കണമെങ്കിൽ പുതിയൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് തന്നെ ഉണ്ടാക്കേണ്ടി വരും. അതുകൊണ്ടാണ്. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ആ പേജിലേക്ക് റീഡയറക്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ജസ്റ്റ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കൺഫർമേഷൻസ് മാത്രം കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടേക്ക് എത്തിക്കാൻ പറ്റും. ആൻഡ് ഇതാണ് മെറ്റ ബിസിനസ് സ്യൂട്ട്. ഇവിടെ ചിലപ്പോ ഫേസ്ബുക്ക് മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിങ്ങനെ കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിട്ട് കിടക്കേണ്ടി വരും. ഇങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറയുന്നത്, ഞാനിത് എങ്ങനെ കണക്ട് ചെയ്യണമെന്ന് ആദ്യം കാണിച്ചത്. ഇതിനകത്ത് എന്റെ കറന്റ് ഉള്ള എല്ലാ പേജസും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ വേറൊരു പേജ് ഇല്ലാത്ത ഒരു പേജ് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഞാനിപ്പം ഇവിടെ ഇങ്ങനെ കണക്ട് ഇൻസ്റ്റഗ്രാം എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇൻസ്റ്റഗ്രാം കണക്ട് ചെയ്തിട്ടില്ല എങ്കിൽ ഇവിടെ നിങ്ങൾ എപ്പോഴും കണക്ട് ചെയ്യുന്നതാണ്. ഇൻസ്റ്റഗ്രാം ആണ് നിങ്ങൾ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇവിടെ കണക്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആൻഡ് കണക്ട് ചെയ്യാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു മെത്തേഡ്. ഇവിടെ കണക്ട് ചെയ്യാൻ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിന്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് ലോഗിൻ ചെയ്താൽ തന്നെ ഇവിടെ കണക്റ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കും. ഇവിടെ കണക്ട് ചെയ്താലുള്ള ഒരു കാര്യം, നിങ്ങൾ ഇവിടെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 സ്ഥലത്തും വരും. ഈ ആപ്പിൽ നിന്നല്ല നമ്മൾ പോസ്റ്റ് ചെയ്യും. അതായത് ഇൻസ്റ്റഗ്രാമിന്റെ ആപ്പിൽ നിന്ന് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചില സമയങ്ങളിൽ അത് ഫേസ്ബുക്കിൽ കാണിക്കും, ചില സമയത്ത് കാണിക്കില്ല. ഇങ്ങനത്തെ ഇഷ്യൂസ് വരാൻ ചാൻസസ് കൂടുതലാണ്. സോ ഡെഫിനറ്റ്ലി ഇവിടെ ഈ മെറ്റ ബിസിനസ് സ്യൂട്ടിൽ കണക്ട് ചെയ്യുന്നതാണ് എപ്പോഴും സേഫർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. ഞാൻ മൈഡിയ കൊച്ചിയുടെ പേജിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. ഇവിടെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. നോട്ടിഫിക്കേഷൻസ് ഇപ്പൊ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എന്താണെന്ന് അറിയായിരിക്കുന്നത്. പേജ് റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ആണ്. ആഡ്സ് മാനേജർ, ഇവിടെ നിന്നാണ് നമുക്ക് നമ്മുടെ ആഡ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കുറച്ച് കാണാൻ പറ്റും. ഒപ്പം ആഡ്സ് മാനേജറിലേക്ക് നിങ്ങൾക്ക് റീഡയറക്ട് ചെയ്ത് പോകണമെങ്കിൽ ഇവിടെയാണ് നിങ്ങൾ ആഡ്സിന്റെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പിന്നെ ഇൻബോക്സ്, കോണ്ടന്റ്, പ്ലാനറിന്റെ ഭാഗം നമുക്കൊന്ന് നോക്കാം. നമ്മൾ എന്തൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, വീഡിയോസ് എന്തൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ എന്തൊക്കെ സ്റ്റോറീസ് ഇട്ടിട്ടുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ നമ്മുടെ കോണ്ടന്റ് പ്ലാനറിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി കണ്ടന്റിന് അവിടേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റുകൾ എന്താണ്, അത് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോറീസ് എന്താണ്, ഇതിന്റെ മൊത്തം ഓവർവ്യൂ വളരെ ലളിതവും വളരെ ഡീറ്റെയിൽഡും ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓരോന്നിന്റെ വ്യൂ, അതിന്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ A&B ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി ആഡ്സ് റൺ ചെയ്തിട്ടുള്ളതിന്റെ ഡീറ്റെയിൽസ് ആണ്. സോ അത് നിങ്ങൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല. ആക്ച്വലി A&B ടെസ്റ്റിംഗ് അവിടെ കിടന്നോട്ടെ. പ്രൊഫൈൽ ആൻഡ് ഗ്രിഡ്, നിങ്ങളുടെ ഫീഡ്, അതായത് ഫേസ്ബുക്കിന്റെ ഫീഡ് എങ്ങനെയാണ്, ഇൻസ്റ്റഗ്രാമിന്റെ
ഫീഡ് എങ്ങനെയാണ് ഇപ്പൊ കറന്റ് കിടക്കുന്നത്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന, അതായത് എല്ലാം ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ്. അതായത് നിങ്ങളുടെ കോണ്ടന്റിന്റെ ഗ്രിഡ് നല്ല രസത്തിലാണ്. ഇതാണ് ഗ്രിഡ് എന്ന് പറയാം. അതായത് നമ്മുടെ പ്രൊഫൈല്, ഇൻസ്റ്റഗ്രാമിന്റെ പ്രൊഫൈൽ എടുക്കുമ്പോൾ എങ്ങനെയാണോ അതിരിക്കുക അതിനെ നമ്മൾ ഗ്രിഡ് എന്ന് പറയാം. ഫീഡ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് എന്താണ് കാണുക, അതാണ് പ്രൊഫൈൽ. ഫേസ്ബുക്കിനെ സംബന്ധിച്ച് അവർക്ക് ഫീഡ് മാത്രമേ ഉള്ളൂ, അവർക്ക് ഗ്രിഡ് അങ്ങനത്തെ സിസ്റ്റംസ് ഒന്നുമില്ല. മെൻഷൻ ആൻഡ് ടാഗ്സ് നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മൾ ആരെങ്കിലും ടാഗ് ചെയ്തിട്ടുണ്ടോ, ആരെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളാണ്. ആൻഡ് ഇതില് ഫേസ്ബുക്ക് ഫോട്ടോസ്, കളക്ഷൻസ്, നമ്മൾ നേരത്തെ ആദ്യത്തെ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കളക്ഷൻസിനെ കുറിച്ചിട്ട്. കളക്ഷനിലായിട്ടുള്ള ഫോട്ടോസ് എല്ലാം വെച്ചിട്ട് അവർ സ്ലൈഡ് ഷോ ഉണ്ടാക്കുന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ കളക്ഷന്റെ ഡീറ്റെയിൽസ് ആണ്. ഇനി വീഡിയോസ് യു ക്യാൻ ക്രോസ് പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതെന്താണ് നമുക്കൊന്ന് നോക്കിയാലോ. അതായത് നമ്മൾ ചില വീഡിയോസ് നമുക്ക് ക്രോസ് പോസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ക്രോസ് പോസ്റ്റ് ചെയ്യേണ്ട വീഡിയോസ് ഞാൻ ഡേറ്റ്സ് ഇവിടെ മുകളിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഡേറ്റ്സ് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഇതിങ്ങനെ കടന്നോട്ടെ. അതായത് നമ്മൾ ഏതെങ്കിലും വീഡിയോസ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടി ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ഇനി നമുക്ക് നമ്മുടെ പ്രധാന പേജിലേക്ക് പോവാം. നമ്മളിവിടെ ഈ മൈ ഡിയർ കൊച്ചി എന്ന് നമ്മൾ ഞെക്കി കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ ബിസിനസ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇതിന്റെ മുകളിലായിട്ട് മൈ ഡിയർ കൊച്ചി എന്ന് പറഞ്ഞിട്ട് ബിസിനസ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്തത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഈ സെറ്റിംഗ്സിൽ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഇതിന്റെ ഫുൾ കൺട്രോൾ ഉള്ളത് എനിക്കാണെന്നും ഈ കൺട്രോൾ ഞാൻ ഇന്ന ടൈം തൊട്ട് ഇന്ന ടൈം വരെ ഉള്ളതാണെന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഇതിലേക്ക് എനിക്ക് ആളുകളെ ആഡ് ചെയ്യാം. നമ്മൾ നേരത്തെ നമ്മൾ ഇതിന് മുൻപത്തെ ഒരു വീഡിയോയിൽ ആക്സസിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കാണാം. അപ്പൊ നമുക്ക് ആക്സസിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കാം. ഇതിനകത്ത് പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. പീപ്പിൾ നമ്മൾ സംസാരിച്ചു. വാട്ട് ഇസ് പാർട്ട്നേഴ്സ്? ബേസിക്കലി നമ്മൾ ചില വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും ദിസ് വീഡിയോ ഇസ് പെയ്ഡ് പാർട്ട്ണർഷിപ്പ് വിത്ത് എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിച്ചിട്ടുണ്ടാവും. ബേസിക്കലി ഇപ്പോൾ ഇൻസ്റ്റഗ്രാം കുറച്ചും കൂടി വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഈ പോളിസി ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇതൊരു പെയ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊമോഷൻ ആണെങ്കിൽ വിത്ത് പെയ്ഡ് പാർട്ട്ണർഷിപ്പിന്റെ ഡീറ്റെയിൽസ് നമ്മൾ അവിടെ എൻട്രി ചെയ്യണം. അത് എൻട്രി ചെയ്യാനുള്ള ഒരു സ്ഥലമാണ് ആക്ച്വലി പറഞ്ഞാൽ ഈ പാർട്ട്ണർഷിപ്പിന്റെ ഓപ്ഷൻ. ആൻഡ് ഇനി സിസ്റ്റം യൂസേഴ്സിന്റെ അവിടേക്ക് പോയി കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഈ ബിസിനസ് പോർട്ട്ഫോളിയോനെ നമ്മൾ കാണേണ്ടത് നമ്മൾ ഒന്നിൽ കൂടുതൽ ആളുകൾ ഒരു പേജ് മാനേജ് ചെയ്യുന്നുണ്ടെന്നും ആ മാനേജ്മെന്റിന്റെ കംപ്ലീറ്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിനെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കുകയാണെന്നുള്ളതാണ് അല്ലെങ്കിൽ ബിസിനസ് പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ബിസിനസ് മാനേജറിന്റെ ഉദ്ദേശം തന്നെ. സോ ബിസിനസ് യൂസറിന്റെ ആവശ്യം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ബാക്കി മൊത്തം ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്നുള്ളതാണ്. ഇവിടെ അക്കൗണ്ട്സിന്റെ കാര്യം വരുമ്പോൾ നമുക്ക് ഒരു ബിസിനസ് പോർട്ട്ഫോളിയോന്റെ കീഴിൽ നമ്പർ ഓഫ് പേജസ്, അതായത് മാക്സിമം 4 പേജസ് വരെ നമുക്ക് ഇതിന്റെ അടിയിൽ എൻട്രി ചെയ്യാനും ഹാൻഡ് ഓവർ ചെയ്യാനും പറ്റും. ഓരോ പേജിനും ഓരോ യൂണിക് ഐഡി ഉണ്ടാവും. അതിന്റെ ഓണർഷിപ്പ്, നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ്, ഏത് അക്കൗണ്ട് വെച്ചിട്ടാണ്, ഏതൊരാളുടെ കീഴിലാണ് പേജ് വന്നിരിക്കുന്നത്. ഇപ്പൊ എന്റെ പേരാണ് ഇവിടെ കിടക്കുന്നത്, ഗ്രേസ് ജോൺസ് ആണ് ഈ പേജിന്റെ ഓണർ. ഈ പേജിന്റെ മാക്സിമം അല്ലെങ്കിൽ അതിന്റെ ആക്സസ് കിടക്കുന്നത് എനിക്കാണ്. എനിക്ക് വേറെ ആൾക്കാരെ ഇവിടെ ആഡ് ചെയ്യാം, വേണമെങ്കിൽ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി നമ്മൾ ആഡ്സ് അക്കൗണ്ടിലേക്ക് വരുന്ന സമയത്ത് ഈ പേജിൽ നമ്മൾ ആഡ്സ് ഒന്നും റൺ ചെയ്യുന്നില്ല. ആഡ്സ് റൺ ചെയ്യുന്നുണ്ട് എങ്കിൽ ഞാൻ ഇവിടെ ആഡ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ആഡ് അക്കൗണ്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. പുതിയൊരു ആഡ് അക്കൗണ്ട് ഉണ്ടാക്കി അതിൽ എന്റെ ഡീറ്റെയിൽസ്, ബില്ലിംഗ് അഡ്രസ്, എസ്പെഷ്യലി ശ്രദ്ധിക്കുക, നിങ്ങൾ നിങ്ങളുടെ ആധാർ കാർഡിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊടുത്തിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു അഡ്രസ് ഇവിടെ എൻ്റർ ചെയ്യാൻ നോക്കുക. ഭാവിയിൽ GSTയുടെ ഇഷ്യൂസ് എങ്ങാനും വരികയാണെങ്കിൽ നിങ്ങൾക്ക് GST ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻസും ഇവിടെ അവൈലബിൾ. അപ്പൊ നിങ്ങൾക്ക് GST ക്ലെയിം ചെയ്യേണ്ടതുണ്ടെങ്കിൽ GST ക്ലെയിമിങ്ങിന്റെ അഡ്രസ് കൊടുക്കുക, ഈ ബില്ല് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് അതിന്റെ ആക്സസ് കൊടുക്കാൻ പറ്റും. ഇനി ബിസിനസ് അസറ്റ് ഗ്രൂപ്പ്സ്, അതായത് ഈ ബിസിനസ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു നമ്പർ ഓഫ് പെർമിഷൻസ്, പീപ്പിൾ, അതിനെല്ലാത്തിനെയും കൂടി ഒരൊറ്റ അസറ്റ് ആക്കി മാറ്റുന്നുണ്ട്. ഒരു ലൈൻ ഓഫ് വർക്ക് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ നമുക്കൊരു ഗ്രൂപ്പ് ആക്കാം. ഇത് നിങ്ങൾക്ക് അതായത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സെറ്റിംഗ്സ് ബിസിനസ് മാനേജറിലാണ്, business.facebook.com അല്ലെങ്കിൽ മെറ്റാ ബിസിനസ് സ്യൂട്ടിലാണുള്ളതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഒന്നിൽ കൂടുതൽ പേജസ് ഉണ്ട്. ഒരു പേജ് ഒരാൾ അല്ലെങ്കിൽ ഒരു പേജ് ഒരു 3-4 ആൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ബിസിനസ് അസറ്റ് ഗ്രൂപ്പ് ആക്കി മാറ്റാം. അങ്ങനെ മാറ്റാനുള്ള ഒരു സ്പേസ് ആണ് ഇത്. ഇതും അവിടെ കിടന്നോട്ടെ. ഇനി ആപ്സ്, നമുക്കിപ്പം ആപ്പ് ഡൗൺലോഡ്, അതായത് അതുപോലെ തന്നെ API ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്ന സമയത്താണ് ഈ ഒരു സ്പേസിന്റെ ആവശ്യം. ഇപ്പം കറന്റ്ലി നമുക്ക് അതിന്റെ ആവശ്യമില്ല, നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. സോ ലെറ്റ് ദാറ്റ് ബി. പിന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പേജ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടോ, പേജിന്റെ ആക്സസ് ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ, അങ്ങനത്തെ ഡീറ്റെയിൽസ് കാണാം. വാട്സപ്പ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഇതല്ലെങ്കിൽ വാട്സപ്പ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്സപ്പിന്റെ നമ്പർ ഇവിടെ ലിസ്റ്റ് ചെയ്യും. പിന്നെ റിക്വസ്റ്റിന്റെ ഓപ്ഷൻ ആണ്.
ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ബിസിനസിന്റെ പോർട്ട്ഫോളിയോ മറ്റൊരാൾക്ക് ആക്സസ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ആക്സസ് കൊടുക്കാം. അതല്ല എങ്കിൽ നമുക്ക് ഇപ്പം ഈ പേജ് നമ്മൾ എടുത്തില്ലേ, ഈ പേജിന്റെ ഇവിടെ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ID കാണിക്കുന്നുണ്ട്. ഈ ID ഒരാൾക്ക് നമ്മൾ അയച്ചു കൊടുത്താൽ അവർക്ക് ഈ പേജ് ആക്സസ് മേടിക്കാം. അതായത് ഈ ID അയച്ചു കൊടുത്തിട്ട് ക്ലെയിം ദിസ് ബിസിനസ് അസെറ്റ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് റിക്വസ്റ്റ് അയക്കാം. അങ്ങനെ റിക്വസ്റ്റ് അയക്കുന്ന സമയത്ത് ഇവിടെ പെൻഡിങ് എന്ന് പറഞ്ഞിട്ട് ഇവിടെയാണ് ആ റിക്വസ്റ്റ് വരിക. അപ്പൊ അത്ര ആലോചിച്ചാൽ മതി, കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. അപ്പൊ അത്രയാണ് അതിന്റെ കാര്യങ്ങൾ. ബില്ലിങ്സ് ആൻഡ് പേയ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇതിനകത്ത് ആഡ്സ് റൺ ചെയ്യുന്ന സമയത്ത് ആഡ്സിനകത്ത് ബില്ലിങ്ങിന്റെയും പേയ്മെന്റിന്റെയും ഡീറ്റെയിൽസ് ഇവിടെയല്ല അത് കാണിക്കുക, അത് റീഡയറക്ട് ചെയ്ത് ആഡ്സ് മാനേജറിലാണ് കാണിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഒരു ബിസിനസ് പോർട്ട്ഫോളിയോ ഉണ്ടാക്കുമ്പോൾ അതിന്റെ സൈമൾട്ടേനിയസ്ലി ഒരു ആഡ്സ് അക്കൗണ്ടും കൂടി ഉണ്ടായി വരും. അതായത് നമ്മൾ ഉണ്ടാക്കണ്ട, തന്നെത്താനെ ഉണ്ടാക്കി, അത് തന്നെത്താനെ ഉണ്ടായിക്കോളും. ആഡ്സ് മാനേജർ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് ബില്ലിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങളും മാത്രം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരുള്ളൂ. പിന്നെ ഇതിനകത്ത് വേറൊരു ഓപ്ഷൻ ആണ് കിടക്കുന്നത്, ഗെറ്റ് മെറ്റ വെരിഫൈഡ്. അതായത് നമ്മുടെ പേര് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് വെരിഫിക്കേഷൻ ബാഡ്ജ് വേണമെങ്കിൽ ഇവിടെ ജോയിൻ വെയിറ്റ് ലിസ്റ്റിൽ കൊടുത്തിട്ട് നമുക്ക് വരാം. ഇതിന് നമ്മളിത് എലിജിബിൾ ആവുന്ന സമയത്ത് അവര് എലിജിബിലിറ്റിക്ക് പ്രത്യേകിച്ച് യാതൊരു രീതിയിലുള്ള ക്രൈറ്റീരിയാസും പറയുന്നില്ല. അത് യൂഷ്വലി കിട്ടുക നമ്മളൊരു നല്ല നമ്പർ ഓഫ് ഫോളോവേഴ്സ് എത്തുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ പേജ് ഒരുപാട് നാളായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുമ്പോഴാണ്. സോ അങ്ങനെ വരുന്ന സമയത്ത് യൂഷ്വലി ഇവിടെ നമുക്കൊരു മെയിൽ വരും, നിങ്ങൾ യു ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ ബ്ലൂ ടിക്ക്. സോ അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഇത് ചെയ്യാം. സോ ഇനി നമ്മൾ ഡയറക്റ്റ് വേറെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു റീല് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്രിയേറ്റ് റീലിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് വീഡിയോ ആഡ് ചെയ്ത് ഒപ്പം നമുക്ക് തംബ്നെയിലും ആഡ് ചെയ്ത് അപ്പം അങ്ങനെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വീഡിയോസ് അതായത് റീൽസ് പോസ്റ്റ് ചെയ്യാം. ഇവിടെ റീൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും സൈമൾട്ടേനിയസ്ലി അപ്ലൈ ചെയ്ത് വരും. നിങ്ങൾ ഇവിടെ ജസ്റ്റ് ക്രിയേറ്റ് പോസ്റ്റിൽ കൊടുത്തിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ പോസ്റ്റ് ആയിട്ട് ആയിരിക്കും ഇൻസ്റ്റാഗ്രാമിൽ വരിക. സോ റീലാണ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് റീലിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം അത് അപ്ലോഡ് ചെയ്യുക. ക്രിയേറ്റ് സ്റ്റോറിയുടെ സമയത്ത് വളരെ കുറവാണ് ഇവിടുത്തെ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ്. സ്റ്റോറീസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇടണമെന്നുണ്ടെങ്കിൽ അതിൽ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ പോയിട്ട് ഇടാൻ പറ്റുള്ളൂ. അപ്പൊ അതും കൂടി നോട്ട് ചെയ്ത് വെക്കാം. സോ ഇത്രയാണ് മെറ്റാ ബിസിനസ് സ്യൂട്ടിനെ കുറിച്ച് സംസാരിക്കാനുള്ളത്. ഇനിയുള്ളത് മെറ്റാ ബിസിനസ് സ്യൂട്ടിൽ എങ്ങനെ ആഡ്സ് റൺ ചെയ്യാം എന്നുള്ളതാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. അപ്പൊ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരുന്നു, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്ത് പറയാം. പലരും ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ വീഡിയോ അറ്റ്ലീസ്റ്റ് ഒരു 1000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് തുടങ്ങാം. ഇതിന് വേണ്ടിയിട്ട് ഒരാളും കൂടി ഇരുന്ന് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ വളരെ ചെറിയൊരു കമ്മ്യൂണിറ്റിയാണ്. അത് നമുക്ക് കുറച്ചുകൂടി വലുതായി കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ടെലിഗ്രാം ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ എല്ലാവരുടെയും കമന്റ്സ് ഞാൻ വായിക്കുന്നുണ്ട്. താങ്ക്സ് സോ മച്ച് ഫോർ ദ ലവ്. ഒപ്പം വീഡിയോ എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ. വീഡിയോസ് ബാക്ക് ടു ബാക്ക് വരുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട.